വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്നേ നമ്മളുടെ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ സർക്കിൾസ് ആൻഡ് കോണിക്സ് അതാണ് ടോപ്പിക് പറയുന്നത്. അതായത് കോണിക് സെക്ഷന്റെ അണ്ടറിൽ വരുന്ന നമ്മളുടെ ഇക്വേഷൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞത്? നമ്മളുടെ കോൺ എന്ന് പറഞ്ഞ ഷേപ്പിൽ, അതായത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കോൺ, നമ്മുടെ ഐസ്ക്രീമിന്റെ കോൺ, ഈ കോണിന്റെ പല സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ രീതിയിൽ ഇതാ ഇങ്ങനെ ബ്ലേഡ് വെച്ച് മുറിക്കാന്നിരിക്കും. ഇതൊരു കേക്കാന്ന് വിചാരിക്കും. അപ്പൊ ആ കേക്കിനെ നമ്മൾ ഇങ്ങനെ നമുക്ക് മുറിക്കാലോ, അപ്പൊ നമുക്കൊരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ മുറിക്കാലോ, ഇച്ചിരി ചെരിച്ച് മുറിക്കാലോ, അങ്ങനെ ഓരോ സമയത്ത് മുറിക്കുമ്പോൾ കിട്ടുന്ന ഷേപ്പുകളാണ് ഏതൊക്കെ? സർക്കിൾസ്, പിന്നെ എലിപ്സ്, അതേപോലെ തന്നെ ഹൈപ്പർബോള, പിന്നെ പരാബോള. ഓക്കെ, പാരബോള. അപ്പം ഇത്രയും ഷേപ്പുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അതില് സർക്കിളിന്റെ ഇക്വേഷൻ വളരെ ഈസിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ 10ാം ക്ലാസ് തൊട്ടൊക്കെ പഠിക്കുന്ന സാധനങ്ങളാണല്ലോ. അതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സർക്കിൾ എടുക്കുക, ഒരു സർക്കിൾ വിത്ത് സെന്റർ എന്ന് പറയുന്നത് വല്ല എച്ച് കെയോ, ഇനി നിങ്ങൾ എ ബി വെച്ചാൽ പഠിച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. എച്ച് കെ ആന്ന് വിചാരിക്കുക. ദെൻ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സം എക്സ് കോമ വൈ ആണ് പോയിന്റ് എന്ന് വിചാരിക്കുന്നത്, റേഡിയസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പൊ അതിൽ എച്ചും കെയും എന്തെന്നാണ്? സെന്റർ ആണ്. ഇതൊരു ടൈപ്പ് ഇക്വേഷൻ. ഓക്കെ, സെന്ററും റേഡിയസും തന്നിട്ട് അവിടെ നിന്ന് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി അതല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് സ്ക്വയർ. ഇതിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു കേസാണ് കേട്ടോ. അപ്പൊ അത് പഠിക്കാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത്: എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക. അവിടെ നിന്ന് നമ്മളുടെ സെന്റർ എന്ന് പറയുന്നത് മൈനസ് ജി കോമ മൈനസ് എഫ് എന്ന് എഴുതാം. അതേപോലെ തന്നെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് ഇ എന്ന് കൊടുക്കാം. ഇതൊരു ഇക്വേഷൻ ആണ്. ഇനി അതല്ലാണ്ട് നമുക്ക് വീണ്ടും ഒരു സർക്കിൾ തന്നേക്കാന്ന് വിചാരിക്കും. ഈ സർക്കിളിന്റെ സെന്റർ നമുക്ക് എന്താ പറയാ, സെന്റർ തരണ്ട, അല്ലാണ്ട് രണ്ട് ഡയാമീറ്ററിന്റെ രണ്ടറ്റങ്ങൾ, അതായത് x1 y1 എന്നും അതേപോലെ തന്നെ x2 y2 എന്ന് പറഞ്ഞ് രണ്ട് ഇക്വേഷൻ തന്നേക്കാന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു പ്ലസ് വൈ മൈനസ് വൈ വൺ ഇൻറ്റു വൈ മൈനസ് വൈ ടു ഈസ് ഈക്വൽ ടു 0. ഇതാണ് അടുത്ത ഫോർമുല എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സർക്കിളിന്റെ കേസ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഇനി അടുത്ത ഷേപ്പിലേക്ക് പോയല്ലോ. അതാണ് പാരബോള. പാരബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് 4 ടൈപ്പായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മളുടെ ഇതിന്റെ ജനറൽ കേസ് വേറെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഇതിന്റെ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. മറ്റേ ഷേപ്പുകൾ എന്ന് പറയുന്നത് ജനറൽ കേസ്. അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഒറിജിൻ വേർട്ടെക്സ് ആയിട്ട് വരുന്ന ആളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വേർട്ടെക്സ് എന്ന് പറയുമ്പോൾ അതാ ഇത് എന്റെ ഈ പോയിന്റ് ആണ് വേർട്ടെക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന 4 കേസ് എന്ന് പറയുന്നത് ഒറിജിൻ വേർട്ടെക്സ് ആയിട്ട് വരുന്ന 4 കേസാണ് കേട്ടോ. അപ്പൊ അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരെണ്ണം, പിന്നെ അതിന്റെ റൈറ്റ്, പിന്നെ ഇതിന്റെ ലെഫ്റ്റും ഉണ്ട്, അതേപോലെ നേരെ താഴത്തോട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ ഇതിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് അല്ലേ ഇരിക്കുന്നത്. റൈറ്റിലേക്ക് ആയപ്പോ അത് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആയിരിക്കും. അതിന്റെ തന്നെ ലെഫ്റ്റ് വരുമ്പോ എന്താ വരാ? വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. ഇനി ഇത് വരുമ്പോൾ മുകളിലോട്ടല്ലേ, അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay അതിന്റെ തന്നെ താഴ്ത്തോട്ടായകാനുണ്ട് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. ഇങ്ങനെ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ആയിട്ടായിരിക്കും അതിന്റെ ഫോക്കസ് ഉണ്ടാവാം നമുക്ക്. അത് ഇവിടത്തെ കേസ് വരുമ്പോ a0 അല്ലേ ആ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ y വാല്യൂ അല്ലേ ഉണ്ടാവുക. എന്നാൽ 0,a അല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഫോക്കസ് എന്താ പറയുക? എക്സ് കോർഡിനേറ്റ് ആണ്, അത് നെഗറ്റീവ് അല്ലെ. എന്ന് പറഞ്ഞാൽ മൈനസ് a,0 ആണ്. ഇവിടെ വരുമ്പോൾ എന്ത് വരും? 0,-a വന്നു. ഇതാണ് അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവരെല്ലാവരുടെയും ഫോക്കസ് ഇതാണ് കേട്ടോ. അപ്പൊ അത് എഴുതാൻ പഠിക്കണം. പിന്നെ വേണ്ടത് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആണ്. അതായത്
ആ ഫോക്കസിലോട്ടുള്ള സെയിം ദൂരം, ഒറിജിനിൽ നിന്ന് ഫോക്കസിലോട്ടുള്ള സെയിം ദൂരം തന്നെ ഇപ്പുറത്തോട്ട് ഉണ്ടാവും. അവിടെ പോസിറ്റീവ് എ അല്ലേ, അപ്പൊ ഇത് നെഗറ്റീവ് എ അല്ലേ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് എ അല്ലേ. അതുപോലെ തന്നെ നോക്കിയേ, ഇത് പക്ഷെ വൈ അല്ലേ, എന്ന് പറഞ്ഞാൽ അത് വൈ ഈക്വൽ ടു മൈനസ് എ അല്ലേ. സിമിലർലി ഇവിടെ ഒക്കെ നമുക്കുണ്ട് അല്ലെ, ഇവിടത്തെ കേസ് വരാണെങ്കിൽ ഇത് പോസിറ്റീവ് ആണല്ലേ ഈ ഇത് വരുന്നത്. അപ്പൊ എക്സ് ഈക്വൽ ടു പോസിറ്റീവ് എ അല്ലേ. അതേപോലെ തന്നെ ഇത് വരുമ്പോ എന്താ നമുക്ക് വരാൻ പോണേ, y ഈസ് ഈക്വൽ ടു എ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് പരാബോളയുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്, ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 4 into a ആണ്. അപ്പൊ a നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടൂലോ, അപ്പൊ 4 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് 4a എന്ന് പറയുന്നതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ഒരു ഷേപ്പിലേക്ക് പോയാലോ, അതാണ് എലിപ്സ്. എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണ പഠിക്കാനുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് എക്സ് ആക്സിസിൽ ആയിട്ടുള്ളതും, അതായത് ഇങ്ങനെ എക്സ് ആക്സിസ് നീളം മേജർ ആക്സിസ് ആയിട്ടുള്ളതും, പിന്നെ ഒരെണ്ണം വന്നത് വൈ ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്നതിനാണ് നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുള്ളത്. അതിലൊരെണ്ണം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്റെ എന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ബി ആയിട്ട് എടുത്തേക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇനി അതേ വലിയ വാല്യൂ, അതേ വലിയ സാധനം തന്നെ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് വൈ ആക്സിസിലുള്ള എലിപ്സ് ആണ്. അപ്പം ആ എ എന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ടാണ് എന്റെ എ എന്ന് പറയുന്നതാണ് ഇവിടെ വലുത് ബിനേക്കാളും. അപ്പൊ വലിയ ആള് ആരുടെ താഴ്ത്തു വരുന്നോ അതാണ് നമ്മുടെ ആക്സിസ്. ഇപ്പൊ ഇവിടെ എക്സ് ആക്സിസ് അല്ല മേജർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിൻ തൊട്ട് ഇവിടെ വരെയുള്ള ദൂരം എ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ഇവിടുത്തെ കേസ് കേട്ടാ, മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. അതേപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത്, മൈനർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആട്ടാ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ബി ആയിരിക്കും, താഴത്തേക്ക് വരുമ്പോൾ മൈനസ് ബി വരും, അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് എ വരുവേ. അതേപോലെ ഇവിടെ നമുക്ക് എന്തുണ്ട്, രണ്ട് ഫോക്കസ് ഉണ്ട്, ദാറ്റ് ഈസ് സി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. അതേപോലെ തന്നെ ഇവിടെ എയും ബിയും സിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് എല്ലാത്തിലും, അതായത് ഇപ്പൊ എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയാലും വൈ ആക്സിസ് മേജർ ആക്സിസ് ആയാലും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. കാരണം എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എന്റെ വാല്യൂ ആണ് വലുത്. അതാണ് ഞാൻ ഒറ്റ ഇക്വേഷൻ ഫിക്സ് ചെയ്തതാണ്, എന്റെ വാല്യൂ വലുത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഫുൾ ആയിട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഏതിന്റെ താഴ്ത്താണോ വലിയത് അതാണ് ആക്സിസ്. അതേപോലെ ആ വലിയ വാല്യൂന് നമ്മൾ എ ആയിട്ട് വിളിച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ സെയിം സാധനം തന്നെ ഇവിടെ വരാൻ പോണേ. ഇവിടെ ഇതാണ് എ എന്ന് പറയുന്നത്, ഇത് മൈനസ് ഇതാണ് നമ്മുടെ എ വരാൻ പോണേ, ഇത് നമ്മുടെ മൈനസ് എ വരും. അതേപോലെ ഇത് ബി വരും, ഇത് മൈനസ് ബി വരും. അത് അങ്ങനെ അനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കുറച്ച് ജനറൽ കേസസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം തന്നെയാണ് കേട്ടോ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് അത് 2b സ്ക്വയർ ബൈ എ ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b സ്ക്വയർ ബൈ എ ആണ്. അതേപോലെ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡിവൈഡഡ് ബൈ, നമുക്കിപ്പോ ഈ എക്സെൻട്രിസിറ്റി ആക്ച്വലി എന്താണെന്നുള്ളത് കാണിക്കാനായിട്ട് അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള നേരമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് തരുന്നത് കേട്ടാ. ഇനി അഥവാ ഈക്വൽ ടു സി ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി നമുക്ക് തന്നിട്ടില്ല എങ്കിൽ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ച് സോൾവ് ചെയ്തെടുക്കാലോ. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഡിപ്പെൻസ്, നമുക്ക് ആവശ്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മാറ്റാൻ പറ്റണം, അത്രേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എലിപ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ഹൈപ്പർബോളയ്ക്കും പറയാനുണ്ട്. പോയാലോ ഹൈപ്പർബോളയും എലിപ്സ് പോലെ തന്നെ കുറെ ഇക്വേഷൻ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഇവിടെയും നമുക്ക് എന്തുണ്ട്, ഫോക്കസ് പോലെ തന്നെ സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഇവിടെ വരുന്നത്. ഇത് ആദ്യത്തെ ഫിഗർ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ ഫ്രണ്ടിലാണോ മൈനസ് അതല്ല, അല്ലെങ്കിൽ ആരുടെ ഫ്രണ്ടിലാണോ പോസിറ്റീവ് അതാണ് ആക്സിസ്. അതിന്റെ താഴെ കിടക്കുന്നത് എ ആയിട്ട് വിളിക്കുക. ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്തത് വരുമ്പോ എന്താ വരാ, വൈ സ്ക്വയർ ആക്സിസ് ആകുമ്പോ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1.
ഓക്കെ അല്ലേ? ഇതാണ് രണ്ടെണ്ണം. ബാക്കി എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു സി ബൈ എ, അതേപോലെ തന്നെ നമ്മളുടെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b² ബൈ എ, അതൊക്കെ സെയിം തന്നെ. പക്ഷെ സി ഇല്ലേ, സിക്ക് ഒരു വ്യത്യാസമുണ്ട്. അവിടെ നമുക്ക് സി എന്ന് പറഞ്ഞാൽ a² - b² അല്ലേ? ഇവിടെ c² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് a² + b² ആണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ രണ്ട് മറ്റേ ഡയറക്ട്രിക്സ് ഉണ്ട് ഇവിടെ അതിന്റെ ഇടയിൽ കേട്ടോ. ഇവിടെ നമ്മൾ രണ്ട് ഡയറക്ട്രിക്സ് വെച്ചിട്ടാണ് അതിന്റെ ഫിഗർ ഒക്കെ വരയ്ക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടത്തെ ഈ ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ഇതിന്റെ മോൾ ഭാഗം താഴ്ഭാഗം വരുന്നത്, അതിനെയാണ് നമ്മൾ എന്താ പറയാ മൈനർ ആക്സിസിന്റെ ആ ബി നമ്മൾ മാർക്ക് ചെയ്യില്ലേ, അതാണ് ബിയും ബി ഡാഷ് എന്ന് പറഞ്ഞ 2 പോയിന്റ് കേട്ടോ. അതേപോലെ ഇവിടെ ഈ വേർട്ടക്സുകൾ രണ്ടെണ്ണാണ് എയും എ ഡാഷും വരാൻ പോണേ. ഇവിടെ പിന്നെ വരാൻ പോണ ഒരു കാര്യം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രാൻസ്ഫർ ആക്സിസും ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ആണ്. അത് ഏത് ആക്സിസ് ആണോ, അതായത് വലുത്, അതിന് നമ്മൾ ട്രാൻസ്ഫർ, നേരത്തെ മേജർ ആക്സിസ് അല്ലായിരുന്നേ, ഇവിടെ വരുന്നത് കഴിഞ്ഞാൽ അത് ലെങ്ത് ഓഫ് ട്രാൻസ്ഫർ ആക്സിസ്, ട്രാൻസ്ഫേഴ്സ് ആക്സിസ് ആണ്. അത് എന്ന് പറയുന്നത് 2a ആണ്. അതേപോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ഉണ്ട്. കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2b ആണ്. ഇത്രയാണ് നമുക്കുള്ളത്. ബാക്കിയൊക്കെ സിമിലർ ടു എലിപ്സിന്റെ ഇക്വേഷൻ പോലെ തന്നെ വരുന്നത്. ഇവിടെ നെഗറ്റീവ് യൂസ് ചെയ്യണം. എക്സെൻട്രിസിറ്റിയും അതേപോലെ 2b² ബൈ എയും രണ്ടുപേർക്കും സെയിം തന്നെയാണ്, മറക്കണ്ട കേട്ടാ. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സെൻട്രിസിറ്റി വെച്ചിട്ട് ഷേപ്പ് പറയാൻ പറ്റും. അതായത് ഇന്റെ വാല്യൂ 1 ആണെങ്കിൽ, ഇന്റെ വാല്യൂ >1 ആണെങ്കിൽ, ഇന്റെ വാല്യൂ <1 ആണെങ്കിൽ, ഇങ്ങനെ 3 കണ്ടീഷൻ ആണ് ഉള്ളത്. അതിന്റെ ഇന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ഷേപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് പാരബോളയാണ്. അതേപോലെ തന്നെ ഇന്റെ വാല്യൂ >1 ആണെങ്കിൽ അത് ഹൈപ്പർബോളയും, അതേപോലെ തന്നെ ഇന്റെ വാല്യൂ <1 ആണെങ്കിൽ അത് എലിപ്സും ആണ്. അതിങ്ങനെ വിചാരിച്ചാൽ >1 വലുത്, അപ്പൊ ഹൈപ്പർബോള. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിച്ചോട്ടാ. അങ്ങനെ അത് എലിപ്സ് ആണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് ഇതിൽ നിന്ന് പറയാനായിട്ട് പറ്റുവേ. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോണിക് സെക്ഷന്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറഞ്ഞില്ലേ, സർക്കിള് തന്നെ സെയിം തന്നെ. നമ്മൾ പഠിച്ചത് എന്തിട്ടായിരുന്നു, x² ബൈ a² അല്ലേ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വേർട്ടെക്സ് നമുക്ക് 0 ആകുമ്പോഴാണ് എച്ചും കെയും 0 വേർട്ടെക്സിന്റെ അനുസരിച്ചാണ് അത് മാറ്റം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്തുണ്ട്, എച്ചും കെയും ഉള്ളത് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ജനറൽ ഫോം ലാസ്റ്റ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൈപ്പർബോള തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കൂ, കണ്ട വേർട്ടെക്സിനാണ് മാറ്റം വരുന്നത്. കണ്ട ഇതിന്റെ കേസിൽ വന്നപ്പോ സെന്റർ ആണ് നമുക്ക് മാറ്റം വന്നിരിക്കുന്നത്, ഹൈപ്പർബോളയുടെ കേസ് വന്നപ്പോ. അതേസമയം നമ്മളുടെ പരാബോളയ്ക്ക് വരുമ്പോൾ അതിന്റെ വേർട്ടെക്സിനാണ് മാറ്റം വരിക കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് അതിന്റെ എല്ലാതരം സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹൈപ്പർബോളയുടെ ഓപ്പണിംഗ് ആണ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടുമാണ്. അതേപോലെ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ ഈ പരാബോളയുടെ ഇക്വേഷൻ പറയുന്നത് ഈ മുകളിലേക്കും താഴ്ത്തിക്കുള്ളതാണ് കേട്ടോ. എലിപ്സിന്റെ കേസ് നമുക്ക് തന്നിരിക്കുന്നത് ഇത് കണ്ട, ഇതിന്റെ കണ്ട സെന്ററിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അതിനനുസരിച്ച് ഇവിടെ എച്ചും കെയും വന്നു. നമ്മൾ പഠിച്ചപ്പോ എന്താണ്ടായിരുന്നെ, ഇവിടെ 0യും ഇത് 0 ആയിരുന്നേ. കാരണം നമ്മുടെ അങ്ങനെയല്ല, നമ്മള് എലിപ്സ് വരച്ചിട്ടുണ്ടായിരുന്ന ഇങ്ങനെയല്ലേ, സെന്ററിലല്ലായിരുന്നു. സെന്റർ നമുക്ക് 0 അല്ലായിരുന്നേ, അതുകൊണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നേ കേട്ടാ. ഇനി അതിന്റെ തന്നെ ജനറൽ കേസ് ഓഫ് പാരബോളയാണ് തന്നിരിക്കുന്നത്. കണ്ട, പാരബോള വന്നപ്പോൾ വേർട്ടെക്സിനാ ചേഞ്ച് വന്നത്. ഇത് നോക്കിയാൽ നമ്മൾ പഠിച്ചപ്പോ എന്തായിരുന്നു, y² = 4, പിക്ക് പകരം a ആയിരുന്നു കേട്ടാ. 4ax ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരുന്നു, ഇങ്ങനെ വരച്ചിട്ട് വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്നതായിരുന്നു അല്ലെ. അതിലിവിടെ വേർട്ടെക്സ് കണ്ട 0 എന്തേ, പരാബോള അങ്ങനെ തന്നെയല്ലല്ലോ, ഇങ്ങനെ മുകളിൽ വന്നിരുന്നു ഇവിടെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ HK ചേഞ്ച് ചെയ്യുന്നത്. ബാക്കി അതിന്റെ എല്ലാതും, അപ്പൊ ഡയറക്ട്രിക്സും ആക്സിസും ഒക്കെ ചേഞ്ച് വന്നിട്ടുള്ളത് തന്നിട്ടേ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ ഞാൻ അതിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ, താങ്ക് യു.